ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC 2023-24 ഡിഗ്രി ലെവൽ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ജലപാത 3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് ഏതിനൊക്കെ ഇടയിലാണ് വ്യാപിച്ചു കിടക്കുന്നതെന്നാണ്. സാദിയ ധൂബ്രി, കാക്കിനാട പുതുച്ചേരി, കോട്ടപ്പുറം കൊല്ലം, അലഹബാദ് ഹാൽഡിയ. ഇതിൽ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലുള്ളതാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്? ആൻസർ എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും അല്ലേ? ഏതാണ്? നമ്മുടെ കേരളത്തിലുള്ള കോട്ടപ്പുറം കൊല്ലം അല്ലെങ്കിൽ കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയാണ് എന്ന് പറയുന്നത് NW3 എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ NW1 ഏതാണെന്ന് അറിയാമോ? NW1 എന്ന് പറയുന്നത് അലഹബാദ് ഹാൽഡിയയാണ്. ഇതാണ് NW1 എന്ന് പറയുന്നത്. സാദിയ ധൂബ്രി ആണെങ്കിലോ അത് NW2 ആണ്. കാക്കിനാട പുതുച്ചേരി NW4 ആണ്. നോക്കി, 1993 ദേശീയ ജലമാർഗമായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയ ജലപാത 3 കേരളത്തിലാണ്. അപ്പോൾ ദേശീയ ജലപാത 3 എന്നാണ് ദേശീയ ജലമാർഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? 1993 വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ കൊല്ലം കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ പാതയും ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളും ചേർന്നതാണിത്. അപ്പോൾ വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ കൊല്ലം കോട്ടപ്പുറം പാതയും ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളും ചേർന്നതാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായ ഇന്ത്യയിലെ ആദ്യത്തെ ജലപാതയും ദേശീയ ജലപാത 3 ആണ്. 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായ ഇന്ത്യയിലെ ആദ്യത്തെ ജലപാതയാണ് ഏത്? NW3. വെസ്റ്റ് കോസ്റ്റ് കനാൽ ഏതൊക്കെയാണ്? കോട്ടപ്പുറം കൊല്ലമാണ്. 168 കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഉദ്യോഗമണ്ഡൽ കനാൽ അത് കൊച്ചി മുതൽ പാതാളം വരെ 23 കിലോമീറ്ററാണ്. ചമ്പക്കര കനാൽ എന്ന് പറയുന്നത് കൊച്ചിയും അമ്പലമുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്, 14 കിലോമീറ്ററാണ്. എന്നിവ ചേർന്ന് 205 കിലോമീറ്ററാണ് ഈ ജലപാതയുടെ ആകെ നീളം. വെസ്റ്റ് കോസ്റ്റ് കനാല്, അതുപോലെ തന്നെ ഉദ്യോഗമണ്ഡൽ കനാല്, ചമ്പക്കര കനാല്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് 205 കിലോമീറ്ററാണ് കൊല്ലം കോട്ടപ്പുറം പാതയുടെ ആകെ നീളമെന്ന് പറയുന്നത്. മുനമ്പം, കൊച്ചി, കായംകുളം, നീണ്ടകര എന്നീ 4 അഴിമുഖങ്ങൾ ഈ ജലപാതയിലുണ്ട്. 4 അഴിമുഖങ്ങൾ ഏതൊക്കെയാണ്? മുനമ്പം, കൊച്ചി, കായംകുളം, നീണ്ടകര ഇങ്ങനെ 4 അഴിമുഖങ്ങളും ഈ ജലപാതയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ തണ്ണീർമുക്കം ബണ്ട്, തൃക്കുന്നപ്പുഴ ബണ്ട് ഇതൊക്കെ ഈ ജലപാതയിലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നാലും നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ എഴുതാൻ അറിഞ്ഞിരിക്കണം. 1993 NW3 എന്നാണ് വന്നത്. അതുപോലെ തന്നെ കൊല്ലം വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ ഭാഗമായിട്ടുള്ള കൊല്ലം കോട്ടപ്പുറം, അതുപോലെ തന്നെ ചമ്പക്കര ഉദ്യോഗമണ്ഡല എന്നീ കനാലുകളൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഏത്? നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. 24 മണിക്കൂറും പ്രവർത്തനക്ഷമമാണ്. 205 കിലോമീറ്ററാണ് ആകെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുനമ്പം, കൊച്ചി, കായംകുളം, നീണ്ടകര അഴിമുഖങ്ങൾ ഇതിനകത്തുണ്ട്. തണ്ണീർമുക്കം, തൃക്കന്നപ്പുഴ ബണ്ടുകൾ ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അലഹബാദ് ഹാൽഡിയ ആണ് NW1 എന്ന് പറയുന്നത്. സാദിയ ധൂബ്രി NW2 ആണ്. കാക്കിനാട പുതുച്ചേരിയാണ് NW4. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക. നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1 കൊടുത്തിരിക്കുന്നത് അന്തരീക്ഷത്തിലെ പാളികളാണ്. സ്ട്രാറ്റോസ്ഫിയർ, എക്സോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ ഇങ്ങനെ 4 അന്തരീക്ഷ പാളികളാണ് കൊടുത്തിരിക്കുന്നത്. പട്ടിക 2 കൊടുത്തിരിക്കുന്നത് അവയുടെ സവിശേഷതകളാണ്. ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് താപനില കുറയുന്നു. അടുത്ത അറോറ ബോറിയാലിസിസ്, അറോറ ഓസ്ട്രിയാലിസിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഓരോ സവിശേഷത വച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓരോ അന്തരീക്ഷ പാളി ഏതെന്നാണ്. ആദ്യത്തെ സവിശേഷത ഇതാണ്: ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് താപനില കുറയുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ നോക്കിയേ, D1 വരുന്നതാണ്. D1 വരുന്ന C1 വരുന്ന അല്ലേ? C1 വരുന്ന ഇവിടെ ഏതൊക്കെയുണ്ട്? എയിൽ C1 അല്ല, സിയിലും C1 അല്ല. അപ്പോൾ ബിയിലും ഡിയിലുമാണ് 1 വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഓരോന്ന് മാർക്ക് ചെയ്യുമ്പോഴേ ക്യാൻസൽ ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകും കേട്ടോ.
അടുത്ത് നോക്കിയ അറോറ ബോറിയാലിസിസ്, അറോറ ഓസ്ട്രിയാലിസിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. അതെവിടെയാണ് അറോറ ബോറിയാലിസിസും അറോറ ഓസ്ട്രിയാലിസിസും ഒക്കെ നിർമ്മിക്കപ്പെടുന്നത്? രണ്ട് വരുന്ന ഏതായിരിക്കും? അയണോസ്ഫിയറിലാണ്. ഏതിലാണ്? അയണോസ്ഫിയർ. ഓക്കെ. അടുത്തത് മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. അന്തരീക്ഷ ഓസോൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, അതിൽ ഓസോൺ പാളി കാണപ്പെടുന്ന എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്തതോ ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ കാണപ്പെടുന്നതോ അത് എവിടെയായിരിക്കും? എക്സോസ്ഫിയറിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരിക? എ ഏത് വരും? എയുടേത് 3 വരും. ബി ആണെങ്കിലോ 4 വരും. സി ആണെങ്കിലോ 1 വരും. ഡി ആണെങ്കിൽ 2 വരും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ബിയും സിയും നോക്കിയാൽ മതി അല്ലേ? ഒന്നാമത്തെ അറിയാമെങ്കിൽ തന്നെ ആൻസർ കിട്ടും അല്ലേ? രണ്ടെണ്ണം അറിയാമെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുമെന്നാണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? ബി ആണ് വരിക. നോക്കാം. ഭൂമിയുടെ പ്രതലത്തോട് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഫസ്റ്റ് അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള ഈ മണ്ഡലം ഭൂമധ്യരേഖാ പ്രദേശത്ത് 17 കിലോമീറ്റർ വരെ ഉയരത്തിലും ധ്രുവപ്രദേശങ്ങളിൽ 9 കിലോമീറ്റർ വരെ ഉയരത്തിലും വ്യാപിച്ചു കൊടുക്കുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം ഭൂമധ്യരേഖാ പ്രദേശത്താണോ കൂടുതൽ? ആണ്. എത്രയാണ്? 17 കിലോമീറ്റർ ആണ്. ധ്രുവപ്രദേശങ്ങളിലാണോ ആണെങ്കിലോ 9 കിലോമീറ്റർ ആണ്. അടുത്തത് കാറ്റ്, മഴ, ഹിമപാതം, മൂടൽമഞ്ഞ്, ഇടിമിന്നൽ, ഹരിതഗൃഹ പ്രഭാവം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ അരങ്ങേറുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലവും ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ആണ് നമ്മുടെ ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി. ഭൂമധ്യരേഖാ പ്രദേശത്ത് 17 കിലോമീറ്റർ ഉയരത്തിലും ധ്രുവപ്രദേശങ്ങളിലാണെങ്കിലോ 9 കിലോമീറ്റർ വരെ ഉയരത്തിലും ഇത് വ്യാപിച്ചു കിടക്കുന്നു. കാറ്റ്, മഴ, ഹിമവാതം, മൂടൽമഞ്ഞ്, ഇടിമിന്നൽ, ഹരിതഗൃഹ പ്രഭാവം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഈ ട്രോപ്പോസ്ഫിയറിലാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അതും ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയും ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു. നമ്മൾ ഫസ്റ്റ് സംശയിച്ചത് ഇതായിരുന്നു അല്ലേ? ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഊഷ്മാവ് കുറയുന്നു. ഭൂമതലത്തിൽ നിന്നും താപമേൽക്കുന്ന ഈ മേഖല ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപശോഷണം കാണിക്കുന്നു. അപ്പം 165 ഓരോ 165 മീറ്റർ ആണ് കൂടുമ്പോൾ, ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകുന്നതോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യാണ്? താപം കുറയുന്നു. അപ്പോൾ ഉയരം കൂടുന്നതോറും എന്ത് ചെയ്യാണ്? താപം കുറയുന്നു. അപ്പോൾ 165 മീറ്റർ ആണ്. 165 ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാൽ 165 കിലോമീറ്റർ ഉണ്ടാവാം, മില്ലിമീറ്റർ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ 165 മീറ്റർ ആണ്. 165 മീറ്റർ ഉയരത്തിൽ എത്തിക്കുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് ചെയ്യുന്നത്? താപനില കുറയുന്നത്. SCRT ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ 165 മീറ്റർ ആണ്. അപ്പോൾ മീറ്റർ, ഡിഗ്രി സെൽഷ്യസിന് പകരം കെൽവിൻ തരാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്ത് നല്ല കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. മറ്റൊരു തരത്തിൽ 1 കിലോമീറ്ററിന് 6.5 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനഷ്ടം കണക്കാക്കുന്നു. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1 കിലോമീറ്ററിൽ 6.5 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തെന്ന് പറയുന്നത്? താപനഷ്ടമെന്ന് പറയുന്നത്. ഇപ്രകാരം ഓരോ നിശ്ചിത ഉയരത്തിനും ഒരു നിയതമായ തോത് ഊഷ്മാവ് കുറയുന്ന പ്രക്രിയയാണ് നോർമൽ ലാപ്സ് റേറ്റ് അഥവാ ക്രമമായ താപനഷ്ട നിരക്ക്. അപ്പോൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൃത്യമായ ഉയരത്തിനും എന്താണ്? ഊഷ്മാവ് കുറയുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് നോർമൽ ലാപ്സ് അഥവാ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സംയോജന മേഖല എന്നാണ്. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സംയോജന മേഖല എന്നാണ്. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലത്തിലാണ്. അപ്പോൾ ജൈവമണ്ഡലം ഏതിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സംയോജന മേഖല എന്നാണ്. ഭൂമിയുടെ അന്തരീക്ഷ പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നതും ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സംയോജന മേഖല. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ ആണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും ഏതിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഭൂമിയുടെ അന്തരീക്ഷ പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നതും അന്തരീക്ഷ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്.
അപ്പോൾ ടോപ്പോസ്ഫിയർ, അതിന് മുകളിൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ടോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോപാസിലൂടെയുള്ള വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹം എന്ന് അറിയപ്പെടുന്നത്. ട്രോപ്പോപാസിന് മുകളിലായി 20 മുതൽ 50 വരെ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതോറും ഊഷ്മാവ് ക്രമരഹിതമായിട്ട് കുറയുന്നുണ്ടോ? ഇല്ല, അവിടെ ക്രമരഹിതമായി കൂടുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. നീരാവിയുടെയും ലംബതല ചലനങ്ങളുടെയും അഭാവം സ്ട്രാറ്റോസ്ഫിയറിൻ്റെ സവിശേഷതയാണ്. നീരാവിയുടെയും ലംബതല ചലനങ്ങളുടെ അഭാവം സ്ട്രാറ്റോസ്ഫിയറിൻ്റെ എന്താണ്? സവിശേഷതയാണ്. ഓക്കെ, അടുത്ത് നോക്കിയ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് ബാക്കി കുറച്ചുകൂടി നോക്കാം. സ്ട്രാറ്റോസ്ഫിയറിൽ വായുവിൻ്റെ ചലനം തിരശ്ചീന തരത്തിലാണ്. ഇക്കാരണത്താൽ ജെറ്റ് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലൂടെയാണ് ജെറ്റ് വിമാനങ്ങൾ സുഖമായിട്ട് സഞ്ചരിക്കാൻ കഴിയുക? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ മർദ്ദവ്യത്യാസമുള്ള വായു അറകളിൽപ്പെട്ട അപകടം സംഭവിക്കാതിരിക്കാൻ കൂടിയാണ് വിമാനങ്ങൾ മിക്കവാറും സ്ട്രാറ്റോസ്ഫിയറിലൂടെ സഞ്ചരിക്കുന്നത്. ഓസോൺ പാളികൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ ജെറ്റ് വിമാനങ്ങൾ, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് ഇത് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ മീസോസ്ഫിയർ. മീസോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നതാണ് ഇത് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ പറയുന്ന ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന എവിടെയാണ്? സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന എവിടെയാണ്? ആനമുടിച്ചോലയാണോ, മതികെട്ടാഞ്ചോലയാണോ, സൈലന്റ് വാലിയാണോ, ഇരവികുളമാണോ? എളുപ്പമുള്ള ക്വസ്റ്റ്യാണ് അല്ലേ? സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ സൈലന്റ് വാലിയിലാണ് അല്ലേ? പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി. ഓക്കെ, മനുഷ്യന്റെ അധിവാസമോ കയ്യേറ്റമോ മൂലം രൂപാന്തരം സംഭവിക്കാത്ത ജൈവമേഖലയാണ് ദേശീയോദ്യാനം. അപ്പോൾ ദേശീയോദ്യാനം എന്ന് പറയുന്ന അവിടെ എന്താ? മനുഷ്യന്റെ അതിക്രമം ഉണ്ടോ? ഇല്ല, അവിടെ രൂപാന്തരം ഒന്നും സംഭവിക്കുന്നില്ല. മനുഷ്യന്റെ കൈകളാൽ എന്ത് ചെയ്യുന്നില്ല? രൂപാന്തരം സംഭവിക്കാത്ത മേഖലയാണ് ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. ഈ ജൈവമേഖലയിലെ സസ്യജന്തുജാലവും ഭൂപ്രകൃതിയും ശാസ്ത്രീയമായ പഠനപരമായോ പ്രാധാന്യവും പ്രത്യേകതയും ഉള്ളതായിരിക്കണം. ഈ പ്രദേശത്തെ മനുഷ്യന്റെ കയ്യേറ്റവും ചൂഷണവും നിയമം മൂലം തടയപ്പെട്ടിരിക്കണം. കന്നുകാലി മേച്ചിൽ ഇവ പൂർണ്ണമായും നിരോധിച്ചിരിക്കണം. ഈ പ്രദേശത്ത് പ്രവേശിക്കാനുള്ള അനുമതി പഠനപരമോ സാംസ്കാരികപരമോ ആയ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം. ഇത്തരത്തിൽ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ് ദേശീയോദ്യാനങ്ങൾ. അപ്പോൾ ദേശീയോദ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണമെന്ന് 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ മനുഷ്യന്റെ കയ്യേറ്റമൊന്നും പാടില്ല. അടുത്തത്, സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് 89.52 ചതുരശ്ര കിലോമീറ്റർ ആണ്. 1984 ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ ദേശീയോദ്യാനത്തിന്റെ സംരക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് 2007 148 ചതുരശ്ര കിലോമീറ്റർ ബഫർ സോണും ചേർത്ത് 237.52 ചതുരശ്ര കിലോമീറ്ററായി വിസ്തൃതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2007 എന്ത് ചെയ്യാണ്? അതിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. 1984 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. എന്നാൽ 1985 സെപ്റ്റംബർ 7 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ 84 എന്ത് ചെയ്യാണ്? ഇന്ദിരാഗാന്ധി മരിക്കുകയാണ്. അങ്ങനെ പിന്നെ 85 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി എന്ത് ചെയ്യുന്നത്? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഏതെന്ന് പറയുന്നത്? സൈലന്റ് വാലി. അതുപോലെ നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടാൻ കാരണമായിട്ടുള്ള വൃക്ഷം ഏതാണ്? വെടിപ്ലാവുകളാണ്. ഏതാണ്? വെടിപ്ലാവുകൾ. ഇലയായും പൂവായും കായായും വർഷം മുഴുവൻ സിംഹവാലൻ കുരങ്ങുകൾക്ക് ഭക്ഷണം നൽകുന്ന വൃക്ഷമാണ് വെടിപ്ലാവ്. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുള്ളേനിയ എക്സാറില്ലറ്റ എന്നത്. ഓക്കെ, കുള്ളേനിയ എക്സാറില്ലറ്റ എന്ന് പറയുന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് പഠിച്ചത്. ഇപ്പോൾ റിലേറ്റഡ് ഫാക്ട്സുകളൊക്കെ കൂടുതലായിട്ട് പഠിക്കുക. ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ പിന്നെ എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്